നമസ്കാരം. പുറത്തുവിഷൻ ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വെളുന്നല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐയും RSSും ഉത്സവാശംസകൾ നേർന്നുകൊണ്ട് ബോർഡ് വെച്ചത് വിവാദമായ ചർച്ചയ്ക്ക് വഴിയൊരുക്കി. RSS ബോർഡ് വെച്ചതിന് പിന്നാലെ ഡിവൈഎഫ്ഐയും ഉത്സവാശംസകൾ നേർന്നുകൊണ്ട് ബോർഡ് വെക്കുകയായിരുന്നു. എന്നാൽ ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായി മാറി. ഇരു പാർട്ടികളുടെയും നേതൃത്വങ്ങൾ വിഷയത്തിൽ ഇടപെട്ടതായാണ് അറിയുന്നത്. എന്നാൽ ക്ഷേത്രവുമായി ഇത്തരം ബോർഡുകൾക്കും വിവാദങ്ങൾക്കും ബന്ധമില്ലെന്നും വളരെ പ്രശസ്തമായ ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന വെളുന്നല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തെ മോശമാക്കി കാണിക്കുവാൻ ശ്രമിക്കുന്നത് നാടിനോട് ചെയ്യുന്ന വഞ്ചനാപരമായ സമീപനമാണെന്നും ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ അറിയിച്ചു. ക്ഷേത്ര ഉപദേശക സമിതിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ ഉണ്ടെന്നും ഉത്സവ നടത്തിപ്പിലും ക്ഷേത്ര ഭരണ നടത്തിപ്പിലും രാഷ്ട്രീയമില്ലെന്നും ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. ഡിവൈഎഫ്ഐ ബോർഡ് വെച്ചതുമായി ബന്ധപ്പെട്ട് RSS നേതൃത്വത്തിന് യാതൊരു വിധമായ എതിർപ്പുകളോ തർക്കങ്ങളോ വിദ്വേഷമോ ഇല്ലെന്നും BJPയോട് അടുത്ത വൃത്തങ്ങളും അറിയിച്ചു. ശരിക്കും ഇന്നുണ്ടായിട്ടുള്ള വിവാദം എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത ഒരു വിവാദമാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വെളുന്നല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം മതമൈത്രിക്ക് പ്രതീകമായിട്ടുള്ള വളരെയേറെ പേരുകേട്ട ഒരു ക്ഷേത്രമാണ്. പണ്ട് തൊട്ടേ ഇവിടെ കോൺഗ്രസ്സുകാരായാലും BJPക്കാരായാലും CPM-കാരായാലും ഒറ്റുപോലെ ഒരു കമ്മിറ്റി വന്നാൽ പ്രസിഡന്റ് BJP ആണെങ്കിൽ സെക്രട്ടറി കോൺഗ്രസ്, ഖജാൻജി CPM, ആ രീതിയിലായിരുന്നു പണ്ട് തൊട്ടേ എടുക്കുന്നത്. കാരണം എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരുടെയും ക്ഷേത്രങ്ങൾ ഉപയോഗിക്കുന്നറിയിക്കൊണ്ടിരുന്നത്. അപ്പൊ ആരുടെയും കുത്തകയായിട്ട് ആരും അംഗീകരിച്ചിട്ടില്ല. അപ്പൊ കോൺഗ്രസ്സുകാർക്ക് വയ്ക്കാം, CPM-കാർക്ക് ഫ്ലക്സ് വയ്ക്കാം, BJPക്കാർക്ക് വയ്ക്കാം. അവിടെ CPM-കാർ ഫ്ലക്സ് വെച്ചത് കൊണ്ട് എന്തെങ്കിലും സംഭവിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. ബാക്കിയുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ചിട്ട് ഇവിടെ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവാത്ത സ്ഥലമാണ്. അവിടെ ഇത് എന്തുകൊണ്ട് ഇവിടെ ഇതെടുത്ത് മനഃപൂർവ്വം എടുത്തിട്ടു എന്നുള്ളത് വളരെ സംശയാസ്പദമായ ഒന്നാണ്. ഈ ഫ്ലക്സ് വെച്ചതും ക്ഷേത്രവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ക്ഷേത്രത്തിലെ പരിപാടികളും ഫ്ലക്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പം ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ആശംസകൾ എല്ലാവരും അർപ്പിക്കാറുണ്ട്. നമ്മളൊരു നോട്ടീസ് അടിക്കുമ്പോൾ തന്നെ എല്ലാ ജാതിക്കാരും മതക്കാരും പാർട്ടിക്കാരും അവരുടെ ആശംസകൾ അറിയിച്ചുകൊണ്ട് നോട്ടീസിൽ ഒരു പരസ്യം തരാറുണ്ട്, അവരുടെ പരസ്യം പിടിക്കാറുണ്ട്. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മുടെ മതമൈത്രി പള്ളികളിൽ രോഹിണി ഉത്സവ സമയത്ത് ഡിവൈഎഫ്ഐക്കാർ പ്രത്യേകമായിട്ട് ഫ്രീ ആയിട്ട് അവരുടെ പേരിൽ നാരങ്ങ വെള്ളം വിതരണം ചെയ്തൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് കോൺഗ്രസ്സുകാർ ചെയ്യുന്നുണ്ടായിരിക്കും, ഇത്തരം BJPക്കാർ ചെയ്യുന്നുണ്ട്, BJPക്കാരൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് അവിടെ ഒന്നും ഒരു പ്രശ്നമില്ല. ഇതൊരു വലിയ വിഷയമാക്കി മാറ്റി ക്ഷേത്രത്തിനെ ഇതിനകത്ത് കൊണ്ടുവന്നതിൽ എന്തോ ഒരു ഗൂഢ ലക്ഷ്യമുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ സംശയം. വെളുന്നല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തെ പറ്റിയുള്ള സോഷ്യൽ മീഡിയയിലുള്ള പ്രചരണങ്ങൾ, അതായത് ഫ്ലക്സുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐയുടെയും RSSന്റെയും ഫ്ലക്സുമായി ബന്ധപ്പെട്ടുള്ള സോഷ്യൽ മീഡിയയിലുള്ള പ്രചരണങ്ങൾ നമ്മുടെ ക്ഷേത്രത്തിന് ഗുണം ചെയ്യത്തില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഡിവൈഎഫ്ഐയുടെ ഒരു ഫ്ലക്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ പ്രചരണത്തിലായിരിക്കുകയാണ്. ഈ ഫ്ലക്സുമായി ബന്ധപ്പെട്ട് വെളുന്നല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്ര ഉപദേശക സമിതിക്ക് യാതൊരു ബന്ധവുമില്ല. ഈ വെളുന്നല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തില് RSSന്റെ വെളുന്നല്ലൂർ ജംഗ്ഷനിൽ RSSന്റെ ഒരു ഫ്ലക്സ് വെച്ച് അതിന് കറണ്ട് വേണമെന്ന് പറഞ്ഞു. ക്ഷേത്ര ഉപദേശക സമിതി തന്നെയാണ് കറണ്ട് ഇവിടെ കൊടുത്തത്. അത് കഴിഞ്ഞ് ഡിവൈഎഫ്ഐക്കാർ 2 ഫ്ലക്സ് വെച്ചു, അതിന് കറണ്ട് വേണമെന്ന് പറഞ്ഞു. അതും ക്ഷേത്ര ഉപദേശക സമിതി അവർക്ക് കറണ്ട് കൊടുത്തു. കാരണം മുൻകാലങ്ങളിലും വെളുന്നല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഈ പറഞ്ഞ ഡിവൈഎഫ്ഐക്കാർ ഉത്സവാശംസകൾ പറഞ്ഞുകൊണ്ടുള്ള ഫ്ലക്സ് വെക്കാറുണ്ടായിരുന്നു. അത് മാത്രമല്ല, കർക്കിടകവാവ് ബലിതർപ്പണത്തിലും രോഹിണി മഹോത്സവത്തിലും ഡിവൈഎഫ്ഐക്കാർ സൗജന്യമായി കുടിവെള്ള വിതരണം നൽകാറുണ്ട്. അന്നൊന്നും കാണാത്ത ഒരു പ്രശ്നമാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും നമ്മുടെ ഈ ക്ഷേത്രത്തിന് ഗുണം വരത്തില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ഷേത്രം മതേതരത്വത്തിന്റെ പര്യായം തന്നെയാണ്. എല്ലാ ജാതി മതസ്ഥർക്കും വെളുന്നല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്താവുന്നതാണ്. എല്ലാവരും ഈ മഹാക്ഷേത്രത്തിൽ ദർശനം നടത്താറുണ്ട്. നമുക്ക് ജാതിയുമില്ല, മതവുമില്ല, രാഷ്ട്രീയവുമില്ല. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ശ്രീരാമന്റെ ഭക്തരാണ്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങള് കാരണം ഇത്രയും വിവാദമാക്കി ക്ഷേത്രത്തിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ശ്രമം നടക്കുന്നു. അത് നല്ലൊരു കാര്യമല്ലെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. വിവാദങ്ങൾ ഒരു കാരണവശാലും ക്ഷേത്രത്തിന് ഗുണം ചെയ്യത്തില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നിരുന്നാൽ പോലും നമ്മുടെ ഈ മതമൈത്രിയും ജാതി മത വ്യത്യാസമില്ലാതെ ഈ ക്ഷേത്രത്തിലെ
കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭഗവാന്റെ അനുഗ്രഹത്താൽ തിരുവുത്സവങ്ങൾ ഭംഗിയായി നടക്കണം എന്ന് പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ ഉള്ളൂ.